ഹലോ, ഇന്നിവിടെ ആകെപ്പാടെ മഴയും കാറ്റും തണുപ്പൊക്കെ ആയിട്ട് ഒരു മൂടിയ ദിവസമാണ്. രാവിലെ അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി, നന്നു ചേച്ചി നോവച്ചന് സ്കൂളിൽ പോയ സമയത്ത് ഞാനും നൈലക്കുട്ടിയും കൂടെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണിത്. രാവിലെ തന്നെ നല്ല ഫ്രഷ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സാമ്പ്രാണത്തിന് കത്തിച്ച് വെച്ച് അതിന് ശേഷം ഞങ്ങളിവിടെ നാടൻ ഫുഡാണ് കൂടുതലായും കഴിക്കുന്നത്. അപ്പം നമ്മുടെ നാടൻ പലഹാരമായ ദോശ തന്നെയാണ് ഞാനും ഒന്ന് ഉണ്ടാക്കിയത്. അപ്പം എനിക്ക് കുറച്ച് മുരിഞ്ഞ ദോശയാണ് ഇഷ്ടം. അപ്പം ക്യാമറയൊക്കെ പിടിച്ചുണ്ടാക്കിയതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ടു, എന്നാലും ഞാൻ 2 ദോശ ഉണ്ടാക്കി. അതിൻ്റെ കൂടെ ഒരു കൊച്ചു തേങ്ങാ ചട്നിയും കൂടെയാണ് ഉണ്ടാക്കിയത്. അതിനിടയിലാണ് നമ്മുടെ നായിക അവളുടെ കുന്നായ്മ കാണിക്കാൻ വേണ്ടി പ്രയർ ടേബിളിൻ്റെ ഇടയ്ക്ക് കയറി അവിടെ ചെന്ന് നിന്ന് എന്തൊക്കെയോ സംസാരിക്കണമുണ്ട്. പിന്നെ അവളെ അവിടെ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് ഞങ്ങൾ നല്ല മഴയൊക്കെ പെയ്തപ്പോൾ ഇച്ചിരി ടിക്ടോക്ക് പോസ്റ്റൊക്കെ ചെയ്ത് ഞങ്ങളുടെ ചട്നി ഉണ്ടാക്കി. നമ്മുടെ നാടൻ തേങ്ങാ ചട്നി. ഇവിടെ ഫ്രോസൺ അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കോനട്ട് കൊണ്ടാണ് നമ്മൾ തേങ്ങാ ചട്നി ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തം കരിവേപ്പിലയാണ്, അതുകൊണ്ട് തേങ്ങാ ചട്നി റെഡിയാക്കി. ഇതിനിടയിൽ ഒരു ചെറിയ പാത്രം ഞാൻ കാണിക്കാം. അത് ഞാൻ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അതായത് ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പം ഇതെടുത്ത് നമുക്ക് എല്ലാ പൊടികളും റീച്ചബിളായിട്ട് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മുടെ അയൽവക്കത്തുള്ള ഒരു ശ്രീലങ്കൻ ഫാമിലി തന്ന അവരുടെ ഗാർഡനിൽ നിന്നുള്ള പാവയ്ക്കായും കൂട്ടാനും കൂടെ അതിനിടയിൽ ഞാൻ വെച്ച് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് താണ്ട് റെഡിയായി. മഴയൊക്കെ എൻജോയ് ചെയ്ത് ഞാൻ നൈലക്കുട്ടിക്ക് ചട്നി ഇഷ്ടമല്ല, അതുകൊണ്ട് അവൾക്ക് ദോശ മാത്രം കൊടുത്തു. അങ്ങനെ ഞാൻ അവളെ കൊണ്ട് കിടത്തി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എൻജോയ് ചെയ്ത് പോസ്റ്റൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നു. രാവിലെ നല്ല മഴയും കാറ്റും നിന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇതാ വെയിൽ തെളിയുന്നത്. നല്ല വെയിലായി, നല്ല ചൂടുണ്ട്, ചെറിയൊരു കാറ്റും കൂടെയുണ്ട്. ഒരു ദിവസം തന്നെ പല കാലാവസ്ഥ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ? അപ്പോൾ ഓക്കെ, ബൈ.